ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ എക്സ്പെരിമെന്റ്സ് കോപ്പറേറ്റീവ്സിലുള്ള എക്സ്പെരിമെന്റ്സ് ആണ്. ഫ്രണ്ട്ലി സൊസൈറ്റീസ്, ലേബർ കോളനീസ്, കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റീസ്, ലേബർ എക്സ്ചേഞ്ചസ് എക്സെട്ര, ഇതൊക്കെയാണ് കോപ്പറേറ്റീവ് ഫീൽഡിലുള്ള എക്സ്പെരിമെന്റ്സ് ആയിരുന്നത്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ളതാണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ്. ഈ ഫ്രണ്ട്ലി സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ആണ്, ഫോംഡ് ബൈ ഫിലന്ത്രോഫിറ്റ് who contributed money for the purchase of food and other consumer articles in bulk and supplied them to the poor at a cost price. ഇപ്പം നമ്മൾ ബൾക്കായിട്ട് കുറച്ച് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എന്തുണ്ടായിരിക്കും, നിങ്ങൾ തന്നെ ഒരു സാധനം വാങ്ങുമ്പോൾ പറയാറില്ലേ, അത് ഹോൾസെയിൽ പ്രൈസാ, ഇത് റീറ്റെയിൽ പ്രൈസാ, എന്താ വ്യത്യാസം ഹോൾസെയിൽ പ്രൈസും റീറ്റെയിൽ പ്രൈസും? ഒരു ചെറിയൊരു എക്സാമ്പിൾ, നിങ്ങളൊരു ഒരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ കുറച്ച് പേർക്ക് ഒരു 5 പേന വേണമെന്ന് വിചാരിക്കുക. നിങ്ങൾ പോയിട്ട് 5 പേന അങ്ങനെ ഓരോരുത്തരായിട്ട് വാങ്ങുമ്പോൾ കൊടുക്കുന്ന പൈസ, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ഒരു 10 12 എത്രയാ ഒരു പാക്കറ്റിൽ ഉണ്ടാവാം, അത് ഫുൾ അങ്ങോട്ട് വാങ്ങുമ്പോൾ കൊടുക്കുന്ന പൈസ പെർ വെച്ച് നോക്കിയാൽ ഈച്ച് പെൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറവായിരിക്കും. നമ്മൾ സെപ്പറേറ്റ് 5 വാങ്ങുന്നതിനേക്കാൾ കുറവായിരിക്കും അല്ലേ? അതെന്തുകൊണ്ടാണ്? ബൾക്കായിട്ട് നമ്മൾ വാങ്ങിയപ്പോൾ അത് ഹോൾസെയിൽ പ്രൈസിന് കിട്ടി, കുറവ് പ്രൈസിന് കിട്ടി. അങ്ങനെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു, ഫ്രണ്ട്ലി സൊസൈറ്റീസ്. അതായത് കുറച്ച് ഫിലന്ത്രോഫിറ്റ്സ്, അതായത് നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് വ്യക്തികളെ പറയുന്ന പേരാണത്, ഒരു കൂട്ടായ്മനെ പറയുന്നതാണ്. അങ്ങനെയുള്ളവരെന്ത് ചെയ്യുന്നു, അവർ കുറച്ച് അവരുടെ കയ്യിലുള്ള പൈസയൊക്കെ എടുത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഫുഡ് ആൻഡ് കൺസ്യൂമർ ആർട്ടിക്കിൾസ് ഒക്കെ ബൾക്കായിട്ട് വാങ്ങാനായിട്ട്. എന്നിട്ട് അത് കോസ്റ്റ് പ്രൈസിന് പുവർ പീപ്പിളിന് അത് സപ്ലൈ ചെയ്തു. അങ്ങനെ ദീസ് ഓർഗനൈസേഷൻസ് വേർ ഫോംഡ് ബൈ ദ എൻഡ് ഓഫ് 18th century. 18th സെഞ്ചുറിയുടെ അവസാനമാണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഫോം ചെയ്തത്. ലാർജ് നമ്പർ ഓഫ് ഓർഗനൈസേഷൻസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദാറ്റ് ടൈം. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കുറേ ഓർഗനൈസേഷൻസ് ഫോം ചെയ്തിരുന്നു. ഫോർ ദി ഡെവലപ്മെന്റ് ആൻഡ് സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദീസ് സോഷ്യൽ ഓർഗനൈസേഷൻസ് ആൻഡ് ടു റെഗുലേറ്റ് ദം ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്ഡ്. അങ്ങനെ ഈ സൊസൈറ്റി വളരെ നന്നായിട്ട് ഫ്രണ്ട്ലി സൊസൈറ്റീസ് വർക്ക് ചെയ്തതിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1793 പാസ് ചെയ്തു. കുറേ റിച്ച് പീപ്പിൾ ഇതിൽ വളണ്ടറി ആയിട്ട് ജോയിൻ ചെയ്തു, അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൽ കോറിലേറ്റ് ചെയ്തു. അങ്ങനെ പരമാവധി അവർ എയിം ചെയ്തത് അവരുടെ നാട്ടില് മാക്സിമം പോവർട്ടി എലിവേറ്റ് ചെയ്യാനായിട്ട്, റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് അവർ നോക്കിയത്. അങ്ങനെ റിസോഴ്സസ് അതുപോലെ തന്നെ കമ്മോഡിറ്റീസ് ഒക്കെ പർച്ചേസ് ചെയ്തു, ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തു, മൊബിലൈസ് ചെയ്തു. അങ്ങനെ അത് വളരെ സ്മൂത്ത് ആയിട്ട് സ്ലാക്ക് സീസണിലൊക്കെ അത് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ കമ്മോഡിറ്റീസ് ഒക്കെ ക്രെഡിറ്റിനും പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങും, ക്രൈസിസ് പീരീഡിലും. അങ്ങനെ കമ്മോഡിറ്റീസ് വാസ് അസ് ദ പീക്ക്, ദേ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു പുൾ അലോങ്, ബിക്കോസ് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ക്രൈസിസ് പീരീഡ് ഒക്കെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. സാധനങ്ങൾ ക്രെഡിറ്റിന് വാങ്ങുന്നു, പക്ഷെ അത് കൊടുക്കാനായിട്ട് പറ്റാണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഉഷാറൊക്കെ അങ്ങോട്ട് പോയി, എല്ലാവരുടെയും ഉഷാറൊക്കെ പോയി. അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോയി. എന്ത് സംഭവിച്ചു? റിച്ച് റിമൈൻഡ് റിച്ച് ആൻഡ് പുവർ റിമൈൻഡ് പുവർ. ഫ്രണ്ട്ലി സൊസൈറ്റി നല്ല ഐഡിയ ആയിരുന്നു, ഇങ്ങനെ നല്ല കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. പക്ഷേ അത് കുറെ കാലം നിലനിൽക്കാൻ അതിന് സാധിച്ചില്ല. ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അവരുടെ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഒത്തൊരുമ, അതിലൊക്കെ എന്തൊക്കെയോ സംഭവിച്ച് ആ എന്തൂസിയാസം എവിടെയോ നഷ്ടപ്പെട്ട് എന്ത് സംഭവിച്ചു, അത് ടോട്ടലി ഫെയിലിയർ ആയിട്ട് മാറി. എന്നിരുന്നാലും ആ ഐഡിയ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ഫെയിലിയർ ആയപ്പോ കുറച്ച് ജനങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി, പോവർട്ടി റിഡ്യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരാ. വർക്കേഴ്സ് റിയലി വാണ്ടഡ് വാസ് ടു ഹാവ് എ പെർമനന്റ് റെമഡി ടു ദയർ സഫറിങ്സ്. വെറുതെ കുറച്ച് നാൾ ആരെങ്കിലും വന്ന് സഹായിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, പഠിക്കാനൊക്കെ ഭയങ്കര പൈസയില്ല, ഭയങ്കര കഷ്ടപ്പാടായിട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അന്നത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണോ, നിങ്ങൾക്ക് കുറച്ച് 1000 രൂപ തന്നു, 2000 രൂപ തന്ന് സഹായിക്കുന്നതാണോ, നിങ്ങൾക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മാർഗം ശരിയാക്കി തരുന്നതാണോ നല്ലത്? സോഴ്സ് ഓഫ് ഇൻകം ശരിയാക്കി തരുന്നതാണ്. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നു, നിങ്ങൾ അത് ലോങ് ടേമിൽ നിങ്ങൾക്കത് അപ്പൊ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരിത്തിരി ഇതുണ്ടാവുള്ളൂ. നമ്മളുടെ പ്രോബ്ലത്തിന് എന്തുണ്ടാവില്ല, ഒരു പെർമനന്റ് സൊല്യൂഷൻ ആവില്ല. അപ്പൊ പെർമനന്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ പോവർട്ടി ഒക്കെ ഇല്ലാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലതായിട്ട് വന്നത്. അങ്ങനെ പുവർ relished that no outside help would last long.
പുറത്തുനിന്ന് കിട്ടുന്ന ഒരു സഹായവും കുറെ കാലം നിലനിൽക്കില്ല എന്നുള്ളത് പുവർ പീപ്പിളിന് മനസ്സിലായി. അങ്ങനെ അവര് തന്നെ യുണൈറ്റ് ചെയ്തു, അവര് തന്നെ പരസ്പരം ഹെൽപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ദിസ് മെയ്ഡ് ദ പുവർ ടു ടേൺ ദെയർ തോട്ട്സ്. അങ്ങനെ പുവർ പീപ്പിളിന്റെ തോട്ട്സ്, ചിന്തകൾ തന്നെ മാറി. എന്തായി അവരുടെ ചിന്തകള്? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ഇൻ പ്ലേസ് ഓഫ് ഇൻസ്റ്റെഡ് ഓഫ് ചാരിറ്റബിൾ ഹെൽപ്പ്. ചാരിറ്റബിൾ ഹെൽപ്പ് എന്നുള്ള ആ വേർഡിന് പകരം സുന്ദരമായ ഒരു വാക്ക് അവിടെ വന്നു. എന്ത്? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. ഓക്കെ, അതാണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ്. ദെൻ നെക്സ്റ്റ് എക്സ്പെരിമെന്റ് ആണ് റോബർട്ട് ഓവന്റെ ലേബർ കോളനീസ്. Robert Owen's firm conviction in the ideal association and the success of policies implemented by him at New Lanark സ്ഥലത്തിന്റെ പേരട്ടോ, inspired him to start the scheme of colonization. അങ്ങനെ കോളനി സ്റ്റൈലിലുള്ള എന്തെങ്കിലും ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് റോബർട്ട് ഓവന് പിന്നെ കിട്ടിയത്. He prepared a plan for establishing villages of cooperation. അങ്ങനെ ഒരു വില്ലേജ് എടുത്തുകൊണ്ട് ആ വില്ലേജിലുള്ളവരൊക്കെ കോപ്പറേഷനോട് കൂടി വർക്ക് ചെയ്യുക. അങ്ങനെയാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത്. He advocated villages of cooperation as a measure to replace capitalism and competition and provide universal happiness. അങ്ങനെ വില്ലേജസ് കോപ്പറേഷൻസ് ഉണ്ടാക്കിയിട്ട് അതാണ് ക്യാപിറ്റലിസം, കോമ്പറ്റീഷൻ ഇതൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഹാപ്പിനെസ് ആ വില്ലേജസിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. ഓവൻസ് പ്ലാൻ ഓഫ് എ കമ്മ്യൂണിറ്റി വാസ് ഫസ്റ്റ് പ്രസന്റഡ് ആസ് എ സ്കീം ഫോർ ദ പുവർ. അവന്റെ കമ്മ്യൂണിറ്റി പ്ലാൻ എന്തായിരുന്നു? പുവർ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്കീമായിരുന്നു. ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് കൊളോണൈസേഷൻ സ്കീം ഇൻ വിച്ച് ദ വർക്കേഴ്സ് വിൽ ഹോൾഡ് എവരിത്തിങ് കളക്റ്റീവ്ലി. എല്ലാവരും അവർ കളക്റ്റീവായിട്ടാണ് ചെയ്തിരുന്നത്. ആൻഡ് പ്രൊഡ്യൂസ് എവറിത്തിങ് ഫോർ ദെയർ കൺസപ്ഷൻ കളക്റ്റീവ്. എല്ലാവരും ഒരുമിച്ച് തന്നെ വർക്ക് ചെയ്ത് അവരുടെയൊക്കെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് സച്ച് കോളനീസ് വാസ് ദി എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസർ ആൻഡ് ദ കൺസ്യൂമർ. അങ്ങനെ ഈ ലേബർ കോളനീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം എന്തായിരുന്നു? ടു അവോയ്ഡ് മിഡിൽ മാൻ. എന്തിനാ അങ്ങനെ ഒരാൾക്കാരുടെ ആവശ്യം? പ്രൊഡ്യൂസറും കൺസ്യൂമറും അടുത്തടുത്തുണ്ട്, പിന്നെ ഇടയിൽ ഒരാളുടെ ആവശ്യമേ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് അത് അത് അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്തിൽ വന്നിട്ടുള്ളത്? ലേബർ കോളനീസിന്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് വന്നിട്ടുള്ളത്. ദസ് കോളനീസ് വുഡ് ബി സെൽഫ് സപ്പോർട്ടിങ് ആൻഡ് ദർ വുഡ് ബി കോമൺ ഷെയറിംഗ് ഓഫ് ദ ഫ്രൂട്ട്സ് ഓഫ് കളക്റ്റീവ് ലേബർ. അങ്ങനെ അവർ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഫ്രൂട്ട്സ് മീൻസ് ഇവിടെ എന്താണ്? റിസൾട്ട്, ഔട്ട്പുട്ട്. അങ്ങനെ അവർ തന്നെ അതൊക്കെ ഷെയർ ചെയ്തു തുടങ്ങി. ഓവൻ വാണ്ടഡ് ടു റീപ്ലേസ് ദ ഓൾഡ് ഇമ്മോറൽ വേൾഡ് ബൈ എ ന്യൂ മോറൽ വേൾഡ്. അങ്ങനെ കോമ്പറ്റീഷനും അങ്ങനെയൊക്കെയുള്ള ഇമ്മോറൽ ആയിട്ടുള്ള വേൾഡിന് പകരം ന്യൂ മോറൽ വേൾഡ് ഉണ്ടാക്കാനായിട്ട് റോബർട്ട് ഓവൻ ആഗ്രഹിച്ചു. അങ്ങനെ ഫസ്റ്റത്തെ കോളനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് ഓർബിറ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ കുറെ കോളനീസ് ഇങ്ങനെ പിന്നാലെ 1825-27 2 കൊല്ലത്തിനുള്ളിൽ കുറെ വന്നു. ആൻഡ് ദ ക്യൂൺ വുഡ് ഡ്യൂറിങ് 3945. പക്ഷെ ഇതൊക്കെ വീണ്ടും ഫ്രണ്ട്ലി സൊസൈറ്റീസ് ഫെയിലിയർ ആയ പോലെ തന്നെ എന്തും ഫെയിലിയർ ആയി, ലേബർ കോളനീസും ഫെയിലിയർ ആയിട്ട് മാറി. എന്തുകൊണ്ടാണ് മാറാനായിട്ടുള്ള കാരണം? ഡ്യൂ ടു മിസ്മാനേജ്മെന്റ്, ഇനാഡിക്വേറ്റ് ക്യാപിറ്റൽ, അൺസ്യൂട്ടബിൾ colonist, poor sites, lack of large productive units and market limitations on individual freedom, interior and indifferent social and cultural life. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ഫെയിലിയർ ആകാനായിട്ടുള്ള കാരണം ഉണ്ടായത്? കോളനീസ് ഒക്കെ ഫെയിലിയർ ആകാനായിട്ടുള്ള കാരണം ഉണ്ടായത്. ഡെസ്പൈറ്റ് ദീസ് ഡിഫിക്കൽട്ടീസ് ദി ഐഡിയ ഓഫ് ലേബർ കോളനീസ് മെയ്ഡ് എ സ്ട്രോങ് അപ്പീൽ ടു ദ വർക്കിംഗ് ക്ലാസ്. ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും ദി ഐഡിയ ഓഫ് ലേബർ കോളനീസ് മെയ്ഡ് എ സ്ട്രോങ് അപ്പീൽ ടു ദ വർക്കിംഗ് ക്ലാസ്. ലേബർ കോളനീസ് വളരെ സ്ട്രോങ് അപ്പീൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ബൈ ഇംപ്രൂവിങ് ദെയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഫെയിലിയർ ആയി നേരത്തെ പറഞ്ഞില്ലേ, ഫ്രണ്ട്ലി സൊസൈറ്റീസ് ഫെയിലിയർ ആയാലും അങ്ങനെ ഒരു ഐഡിയ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലേബർ കോളനീസും ഫെയിലിയർ ആയി, എന്നിരുന്നാലും കുറച്ചൊക്കെ മാറ്റങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കാനായിട്ട് അതിന് സാധിച്ചു. ദീസ് കോളനീസ് സോഡ് ദ സീഡ്സ് ഓഫ് കോപ്പറേഷൻ. ഈ ലോകത്തില് കോപ്പറേഷന്റെ വിത്തുകൾ പാകിയത് ഈ കോളനീസ് ഒക്കെ ആയിരുന്നു. വിച്ച് ഇൻഡ്യൂസ്ഡ് ദ ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട് ഇൻ ലേറ്റർ ഇയേഴ്സ്. പിന്നെ വരുന്ന വർഷങ്ങളിൽ ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള വിത്തുകൾ പാകിയതാണ് ലേബർ കോളനീസും അതോടൊപ്പം തന്നെ ഫ്രണ്ട്ലി സൊസൈറ്റീസും.
ഓക്കേ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം ട്ടോ. താങ്ക് യു.